എല്ലാവർക്കും നമസ്കാരം. 10th മെയിൻസ് പരീക്ഷ ആവാറായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ വീണ്ടും കുറച്ച് ക്ലാസ്സുകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ LDC പരീക്ഷ 117/24 നമ്മളെ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് പരീക്ഷ. അപ്പോൾ അതിൽ നടന്ന ഒരു ചോദ്യം എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുഞ്ഞി ക്ലാസ്സാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ടോപ്പിക്ക് ആയിട്ട് ചെറിയൊരു ടച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരം നൽകാൻ പോകുന്നൊരു ക്ലാസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ ചോദ്യം വായിക്കാം, എന്നിട്ട് ഇതിൻ്റെ ശരിയായ രീതി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് ശേഷം നമ്മളൊരു കുഞ്ഞ് ഇക്വേഷൻ പഠിക്കും. സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പ് ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷനുമായിട്ട് സാമ്യമുള്ളൊരു ഇക്വേഷൻ തന്നെയാണ്. ശരിക്കും ആ ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ പഠിക്കും. പിന്നെ വേറെ ഒരു ടൈപ്പ് നോക്കും, അതിൻ്റെ വേണ്ട ഒരു ഇക്വേഷനും പഠിക്കും. അപ്പോൾ അങ്ങനെ അത് അങ്ങ് തീർക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏരിയയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, വിസ്തീർണത്തിൻ്റെ കാര്യമാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ചുകൂടി വ്യാപ്തമൊക്കെ എടുക്കാം. പക്ഷേ വ്യാപ്തം എനിക്ക് തോന്നുന്നു നമ്മളൊരു ഡിഗ്രി ലെവൽ പരീക്ഷയിൽ നമ്മൾ വിചാരിച്ചാൽ മതി, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വ്യാപ്തത്തിൻ്റെ കേസൊക്കെ ആകുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയിലേക്കായിരിക്കും കുറച്ചും കൂടി തോന്നണത്. പക്ഷേ ഇതിപ്പം അതായത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഒക്കെ ആകുമ്പോൾ ആ ഒരു ലെവലാണ് വിചാരിക്കുന്നത്. ഇനി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു വൃത്തം ഉണ്ട്, അതിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചു എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് വൃത്തം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരം സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ആരം. അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? 6 എന്ന് പറഞ്ഞിട്ടുള്ള സ്മാൾ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാം? ഞാൻ ഈ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? 10 സെൻറ്റിമീറ്ററാണ് ആരം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ കേസിൽ എൻ്റെ ആരം എത്രയായിരിക്കും? ഇതിനെക്കാട്ടിലും വലുതുമാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ എൻ്റെ ആരം എത്രയായിരിക്കും? 50% വർദ്ധിപ്പിച്ചു എന്നല്ലേ പറഞ്ഞ ആരം 50% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 10ൻ്റെ 50% കൂടി വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 10 ഉണ്ട്, 10 എന്താ? 100%. അപ്പോൾ അതിൻ്റെ 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ 50% കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൻ്റെ നേർപകുതി എടുക്കുക. ഒരു സംഖ്യയുടെ 50% എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേർപകുതി എടുത്താൽ, അതായത് 100ൻ്റെ 50% എത്രയാ? 50. 20ൻ്റെ 50% എത്രയാ? 10. 2ൻ്റെ 50% എത്രയാ? 1. അതുപോലെ 10ൻ്റെ 50% എത്രയാണ്? 5. അത് കരുതി ഇതെനിക്ക് 5 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം 50% വർദ്ധിപ്പിച്ചാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10ൻ്റെ കൂടെ ആരെ കൂടി കൂട്ടണം? ഈ 50%-മായ 5 കൂടി കൂട്ടണം. അപ്പോൾ എത്രയാണ് പുതിയ റേഡിയസ് അല്ലെങ്കിൽ ആരം? 15 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? വൃത്തത്തിൻ്റെ ഏരിയ കാണാൻ പോവാം. ആദ്യം ഞാൻ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം ആദ്യത്തെ കേസിൽ ഇതേ റേഡിയസ് അല്ലെങ്കിൽ ആരം 10 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള കേസിലുള്ള കാണാൻ പോവുക. ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? വൃത്തത്തിൻ്റെ പൈ ഇൻറ്റു ആർ സ്ക്വയർ. പൈ അവിടെ നിൽക്കട്ടെ, പൈ അവിടെ നിർത്തി. 6 സ്ക്വയർ. 6 എത്രയാ? 10. 10ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് എത്ര വാല്യൂ? 100 പൈ. ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്. ഇതിൻ്റെ ഏരിയയാണ് ഞാൻ കാണാൻ പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ കേസ്, ഇതൊന്നാമത്തെ കേസ്. അപ്പോൾ നോക്ക്, സെയിം ഇക്വേഷനിലൊന്നും മാറ്റമില്ല. പൈ ആർ സ്ക്വയർ തന്നെയാണ് എന്ത്? സർക്കിളിൻ്റെ വിസ്തീർണം എന്ന് പറയണത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എത്ര ഇവിടെ? 15. ഇവിടെ ആറ് 15 ആണ്. 15 സ്ക്വയർ. അപ്പോൾ 15 സ്ക്വയർ 225 ആക്കാണ്. അത് പഠിച്ച് വയ്ക്കണം. 225 പൈ. 225 ഗുണിക്കണം പൈ. അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് 2 ഏരിയകൾ കിട്ടി. ഇനി എന്താ പറഞ്ഞേ? ഇതിൻ്റെ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവ് ഉണ്ടായതെന്നല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ ഇതിൻ്റെ വിസ്തീർണത്തിനെക്കാട്ടിലും എത്ര ശതമാനം വർധനവാണ് ഇതിനുണ്ടായതെന്നാണ് ചോദിച്ചേക്കണേ. എങ്ങനെയാണ് അപ്പോൾ നമ്മൾ വർധനവ് ശതമാനത്തിൽ കാണുന്നത്? ശതമാനത്തിൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദേ നമ്മൾ വ്യത്യാസം എടുക്കുക. അപ്പോൾ എന്താ? ഇവിടെ ഏരിയകൾ നമ്മളുടെ വ്യത്യാസം എടുക്കുക. 225 പൈ കുറയ്ക്കണം 100 പൈ. കഴിഞ്ഞോ? ഇല്ല. ഹരിക്കണം. ശതമാനമാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നല്ലേ. ആദ്യം മേലെ വ്യത്യാസം എടുത്തു, താഴെ ഏത് എഴുതണ്ടേ? ഇത് ആദ്യത്തെ ഏരിയ എത്രയാ? 100 പൈ. കഴിഞ്ഞോ? ഇല്ല. എന്ത് ചെയ്യണം? ഗുണിക്കണം 100 ശതമാനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്.
അല്ലേ? ഇനി നിങ്ങൾ പറ, ഇനി എന്താ ചെയ്യേണ്ടേ? 225 പൈന്ന് 100 പൈ കുറച്ചു, എത്ര കിട്ടും? 125 പൈ ഡിവൈഡഡ് ബൈ 100 പൈ ഗുണിക്കണം 100. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കാം അല്ലേ? ഈ പയ്യും വെട്ടിപ്പോയി, ഈ 100ഉം വെട്ടിപ്പോയി. ബാലൻസ് ആരുണ്ട്? 125. അതെന്താ? ശതമാനം. 125% വർധനവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് മനസ്സിലായല്ലോ? ഇതാണ് നമ്മളൊരു 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എഴുതേണ്ട രീതി. പക്ഷേ ഇങ്ങനെയല്ല നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്, അല്ല. ഇതിന് വേണ്ടി കളയാൻ നമുക്ക് സമയമില്ല. ഏകദേശം 3 മിനിറ്റിൻ്റെ മേലെ നമുക്കിതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കളഞ്ഞു. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു കുഞ്ഞ് ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്, അത് വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ചോദ്യം ഒന്നും കൂടി നോക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? അതിന് മുന്നോടിയായിട്ട് ഞാനൊരു ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞു അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഒരു വൃത്തത്തിൻ്റെ ആരം എന്ത് ചെയ്യുന്നു? x% വർദ്ധിപ്പിച്ചാൽ, ഞാൻ എന്താ പറയുന്നത്? ഒരു വൃത്തം സർക്കിൾ ഇങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. വൃത്തത്തിൻ്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ്. എന്താണ്? x% വർദ്ധിപ്പിച്ചാൽ, കിടക്കട്ടെ, ഒരു സർക്കിളിൻ്റെ ആരം, ഒരു വൃത്തത്തിൻ്റെ, അതൊക്കെ കിട്ടൂലേ, നിങ്ങൾക്ക് കിട്ടില്ലേ? ഒരു വൃത്തത്തിൻ്റെ ആരം x% വർദ്ധിപ്പിച്ചാൽ എന്താണ്? വിസ്തീർണം അല്ലെങ്കിൽ വിസ്തീർണത്തിൻ്റെ വർധനവ് എത്ര ശതമാനം? എന്താ ഞാൻ പറഞ്ഞത്? ഒരു വൃത്തത്തിൻ്റെ ആരം x% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൻ്റെ വർധനവ് എത്ര ശതമാനം? അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഈ 50% എന്നുള്ളതിന് പകരം നമ്മൾ എന്തെഴുതി? x%. അപ്പോൾ നമ്മൾ ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്. എന്താണ് ആ ഇക്വേഷൻ? 2x പ്ലസ് 2x കൂട്ടണം x² / 100. കണ്ട് പേടിക്കേണ്ട. ഈ x എന്ന് പറയുന്നത് ആരാ? ഈ വർദ്ധിപ്പിക്കണ ശതമാനമാണ്. അപ്പോൾ നോക്കിക്കേ, ഇതൊന്ന് അപ്ലൈ ചെയ്യ്. 2 ഗുണിക്കണം 50 കൂട്ടണം x² എന്ന് പറഞ്ഞാൽ 50ൻ്റെ സ്ക്വയർ, 50² ഡിവൈഡഡ് ബൈ 100 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 × 50 എത്രയാണ്? 2 × 50 100 കൂട്ടണം 50ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2500 ഡിവൈഡഡ് ബൈ 100. ഈ 2 0 പോയി, ഇവിടുത്തെ 2 0 പോയി, ബാക്കി ആരാ ഉള്ളത്? 25 ഉള്ളൂ. അപ്പോൾ 100 കൂട്ടണം 25, 125. അതെന്താ? ശതമാനം. 125%. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇവിടെ എന്താണ്? ഒരു വൃത്തം അല്ലേ? ഒരു വൃത്തത്തിൻ്റെ ആരം x% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൻ്റെ വർധനവ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ എന്താണ്? 2x + x² / 100. 2x + x² / 100%. കിട്ടിയാലോ? ഇനി മറക്കരുത്, കാരണം നമ്മൾ ഇനി കുറേ പ്രോബ്ലംസ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ ഉള്ളു പരിപാടി കേട്ടോ. അപ്പോൾ നോക്കാം, അടുത്ത ഒരു ചോദ്യം നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. ഒരു സമചതുരത്തിൻ്റെ വശം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? അപ്പോൾ നമ്മൾ ഇത് പഠിച്ചില്ല. നമ്മൾ ആരെ പഠിച്ചു? സർക്കിളിനെ പഠിച്ചു. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചിട്ടില്ല? സമചതുരത്തിൻ്റെ കാര്യം പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ പെടും. പേടിക്കേണ്ട. സർക്കിള്, സമചതുരം ഉണ്ടെങ്കിൽ വേറെ ആരുണ്ടാവും? ചതുരം, അതുപോലെ തന്നെ ഒരു ത്രികോണം. ഏതൊക്കെ ഉണ്ട്? സർക്കിള്, സമചതുരം, ചതുരം, ത്രികോണം. ഇതൊക്കെ എന്താ? 2 ഡയമെൻഷനില അല്ലേ? ദ്വിമാന രൂപങ്ങളാണ്. അപ്പോൾ 2D രൂപങ്ങളാണ് എന്ത്? സർക്കിള്, സമചതുരം, ചതുരം, ത്രികോണം. ഇതിലൊക്കെ എന്താണ്? നമ്മുടെ ഇക്വേഷൻ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ത്രികോണത്തിൻ്റെ കേസാണെങ്കിൽ അതിൻ്റെ വശം എന്താണ്? x% വർദ്ധിപ്പിച്ചാൽ. ചതുരത്തിൻ്റെ കേസാണെങ്കിലും അതന്നെ, വശം x% വർദ്ധിപ്പിച്ചാൽ. സമചതുരത്തിൻ്റെ കേസിലും അതന്നെ, എന്താണ്? വശം x% വർദ്ധിപ്പിച്ചാൽ. അതുപോലെ സർക്കിളിൻ്റെ കേസിലാകുമ്പോൾ വശം എന്നുള്ളതിന് പകരം എന്ത് പറയും? ആരം x% വർദ്ധിപ്പിച്ചാൽ. അങ്ങനെ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആരം x% വർദ്ധിപ്പിച്ചാൽ എന്നാവും. പക്ഷേ ഇവിടുത്തെ കേസിൽ അപ്പോൾ എന്താണ്? സമചതുരമാണ് അല്ലേ? അപ്പോൾ സമചതുരമാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ വളരെ സിമ്പിളാണ്. എന്താണ് ഇക്വേഷൻ? ഒരു സമചതുരത്തിൻ്റെ വശം 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാവും? 10% പകരം x% അല്ലേ? അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? 2x + x² / 100 100 അല്ലേ?
അപ്പോൾ നമ്മളിത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. ആ 10 നേരെ ഇവിടെ എടുത്തിട്ടാൽ മതി, പരിപാടി കഴിഞ്ഞു. 2 ഗുണിക്കണം 10 കൂട്ടണം 10 സ്ക്വയർ ബൈ 100. 2 ഗുണിക്കണം 10 എത്രയാ? 20 കൂട്ടണം 10 സ്ക്വയർ. ഓക്കെ, 10 സ്ക്വയർ ഞാൻ എഴുതാം. 100 ഡിവൈഡഡ് ബൈ 100. ഈ ഇതും വെട്ടിപ്പോയ ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്. മൊത്തമായിട്ട് വെട്ടിപ്പോയി 0 എന്ന് എഴുതരുത്. 20 കൂട്ടണം 1, 21. 21 എന്താ? ശതമാനം. 21% എന്ത്? വിസ്തീർണത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയണത്. കിട്ടുന്നുണ്ടല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരം 10% കുറച്ചാൽ, ഇവിടെ വർദ്ധിപ്പിച്ചാൽ എന്നല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. 10% കുറച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാവും? ചോദ്യം എന്താണ്? ഒരു വൃത്തത്തിൻ്റെ ആരം 10% കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? നേരത്തെയൊക്കെ വർദ്ധിപ്പിക്കുകയാണ്, ഇവിടെ കുറയുകയാണ് ചെയ്തത്. വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാവും? നിങ്ങളോട് ഞാനൊരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്താണ് ആ ഇക്വേഷൻ? ആ ഇക്വേഷൻ ആർക്കൊക്കെ പറ്റും? സർക്കിളിന് പറ്റും, സമചതുരത്തിന് പറ്റും, ചതുരത്തിന് പറ്റും, ത്രികോണത്തിന് പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള വൃത്തമാണ്. ഇവിടെ കൂട്ടിയോ കുറച്ചോ നോക്കണ്ട. ഇക്വേഷൻ എന്തായാലും 2x ഉണ്ടാവും, x² ബൈ 100 ഉണ്ടാവും. പക്ഷേ ഇവിടെ കുറച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ? നേരത്തെ എന്തായിരുന്നു? വർദ്ധിപ്പിച്ചു എന്നാണ്. ഇവിടെ എന്താ പറയണത്? കുറച്ചു എന്നാണ് പറഞ്ഞത്, കുറച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കൂട്ടൽ എന്ത് ചെയ്യുക? കുറയ്ക്കലാക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പം നമുക്ക് 2x മൈനസ് x² ബൈ 100. എക്സ് എന്താ? 10%. 2 ഗുണിക്കണം എക്സിന് പകരം 10 ഇട്ടു. 2 ഗുണിക്കണം 10 കുറയ്ക്കണം 10² ബൈ 100. 2 ഗുണിക്കണം 10 എത്രയാ? 20. കുറയ്ക്കണം 10² ബൈ 100. ഞാൻ എഴുതാം. ഓക്കെ, 100 ബൈ 100. ഇനി ഞാൻ ഈ 100ഉം ഈ 100ഉം വെട്ടി. ഈ 100 വെട്ടുക എന്ന് പറഞ്ഞാൽ അതായത് ഇത് 100 ഹരിക്കണം 100 എന്ന് അതിൻ്റെ അർത്ഥം. എത്രയാ അത്? 1 അല്ലേ? അപ്പോൾ 20ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ് നമ്മുടെ ഉത്തരം? 19. ഉത്തരം 19. അപ്പോൾ ആ 2 ഇക്വേഷൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക, അത് വെച്ച് പഠിക്കുക. ആദ്യം വർദ്ധിപ്പിച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്വേഷൻ എന്തായിരുന്നു? 2x പ്ലസ് x² ബൈ 100. ഇപ്പോൾ എന്ത് പറഞ്ഞു? കുറച്ചാൽ എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ? 2x മൈനസ് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. 2x മൈനസ് x² ബൈ 100. കിട്ടിയല്ലോ? സാധനം കിട്ടിയല്ലോ? മറക്കല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, സെയിം ക്വസ്റ്റ്യനാ. ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 20% കുറച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാവും? ഇനി ഞാനിത് ചെയ്യണോ? ചെയ്യാനുള്ള കേട്ടോ, ഇത് ഞാൻ ചെയ്യാൻ പോകണില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണോ നോക്കുക. പറ്റും അല്ലേ? ഒരു സമചതുരത്തിൻ്റെ വശത്തിൻ്റെ നീളം 20% കുറച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്കറിയാം 2x x² ബൈ 100 വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണോ അതോ ഇവിടെ മൈനസ് ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഓർത്തെടുത്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ചോദ്യം 1. അപ്പോൾ നിങ്ങൾ 1 എന്ന് എഴുതുക. ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, അവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അല്ലാത്ത അവരെന്തായാലും ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കണം. കാരണം അത് വെറുതെ കണ്ടുപോകരുത്. ഒരു പേനയും പേപ്പറും എടുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാനിത് പ്രോബ്ലം ഇടുന്നത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തില്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ ആ ക്ലാസ്സിൽ ഒപ്പം ചെയ്യുമല്ലോ. ആ ഇക്വേഷൻ ഇപ്പോൾ ചിലപ്പോൾ പല ആളുകൾക്കും അറിയുന്നതായിരിക്കും, പക്ഷെ മറന്നു പോയതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സായിട്ട് കണ്ടാൽ മതി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 30% വീതി 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർധനവുണ്ടാകും? ചോദ്യം ഒരാളോട് ഞാൻ വായിക്കുകയാണ്. വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ഒരു ചതുരത്തിൻ്റെ നീളം 30% വീതി 10% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനത്തിൻ്റെ വർധനവുണ്ടാകും? അപ്പോൾ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്താണ്? നേരത്തെ ഇക്വേഷൻ പറ്റുമോ? അവിടെ ആകെ ഒരു എക്സേ ഉള്ളൂ. ഒരു x% വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ x% കുറച്ചു. പക്ഷേ ഇവിടെ നമുക്ക് 2% തന്നിട്ടുണ്ട്. 2% തന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നെയിം ചെയ്യുകയാണ് x%, അതുപോലെ y%. x%,
വൈ ശതമാനം. പേര് എന്ത് വേണേലും നമുക്ക് എഴുതാം അല്ലേ. എക്സും വൈ ഒന്നും കണ്ട് പേടിക്കല്ലേ കേട്ടോ. എക്സ് ശതമാനം വൈ ശതമാനം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്തിനാണ് ഞാൻ എക്സ് ഇടുന്നത് എന്തിനാണ് വൈ ഇടുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവനെ ഒരു പേര് പറഞ്ഞ് വിളിക്കുന്നത്. അവനെ രമേശ് എന്നോ രാജു എന്നോ രാധയെന്നോ എന്താ ഒരു പേര് പറഞ്ഞ് വിളിക്കുന്ന പോലെ എക്സ് ശതമാനം. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 30%. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. ഒരു കച്ചവടക്കാരൻ ഒരു റേഡിയോയുടെ വില ആദ്യം 10% കൂട്ടുകയും പിന്നീട് 20% കൂട്ടുകയും ചെയ്താൽ അയാൾക്ക് എത്ര ശതമാനം ലാഭം? അങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൊത്തത്തിലുള്ള ലാഭം എത്രയാണ്? അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളത് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർമ്മയുണ്ടായിരിക്കും. ഇക്വേഷൻ ഇത്ര മാത്രം: ചതുരത്തിൻ്റെ നീളം വീതി. ഇതിൽ തരാൻ പോകുന്ന എന്താണ്? ഒരു ചതുരത്തിൻ്റെ നീളം x%, അതുപോലെ വീതി y%. അപ്പോൾ വർദ്ധിപ്പിച്ചോട്ടെ അല്ലെങ്കിൽ എന്താണ്, കുറച്ചോട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് എഴുതണോ? ഒരു എന്നൊക്കെ തെറ്റുന്നു അല്ലേ. ഒരു ചതുരത്തിൻ്റെ നീളം x% വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഓക്കെ ആണല്ലോ. ഈ വർദ്ധിപ്പിക്കുക കുറയ്ക്കുക എന്നൊക്കെ എഴുതാൻ കേട്ടോ. നിങ്ങൾ തന്നെ എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ വീതി എന്താണ്? y% വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ചെയ്താൽ, ഇത് രണ്ടും ചെയ്താൽ എന്താണ്? ഒരു ചതുരത്തിൻ്റെ നീളം x% കൂട്ടി അല്ലെങ്കിൽ കുറച്ചു. x% കൂട്ടി എന്ന് വെച്ചോ, ഇവിടുത്തെ കേസിൽ കൂട്ടി. ഇതൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. ചില ആളുകൾക്ക് വേണ്ടി പറയണതാണ്. ഒരു ചതുരത്തിൻ്റെ നീളം x% കൂട്ടി അല്ലെങ്കിൽ 10% കൂട്ടി. ഒരു വര അരച്ചിട്ട് താഴത്ത് കുറച്ചു എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കൂട്ടിയതും ആവാം കുറച്ചതും ആവാം. അപ്പോൾ ഒരു കേസിൽ കൂട്ടി എന്ന് പറഞ്ഞെടുക്കാം, അടുത്ത കേസിൽ എന്ത് കുറച്ച് പറഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇക്വേഷൻ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവണ്ട. ഇത് മായ്ച്ചളം. ഒരു ചതുരത്തിൻ്റെ നീളം x% കൂട്ടി കുറച്ചു അല്ലെങ്കിൽ വീതി y% കൂട്ടി കുറച്ചു, ഇങ്ങനെയോ ചെയ്താൽ ഇതിൻ്റെ വിസ്തീർണം എന്തുണ്ടാവും എന്നറിയോ? ±x. ഞാൻ വേറെ കളറിൽ എഴുതാം. വിസ്തീർണം എന്തായിരിക്കും? ±x ഈ പ്ലസ് മൈനസ് കണ്ട് പേടിക്കല്ലേ. ±y ±xy ഡിവൈഡഡ് ബൈ 100 ശതമാനമായിരിക്കും. എന്ത്? വിസ്തീർണം വ്യത്യാസം ഉണ്ടാകാൻ പോണത്. ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തേ. ±x ±y ±xy ബൈ 100%. ഇക്വേഷൻ കണ്ടവർക്കറിയാം, അല്ലാത്തവരിപ്പോൾ പഠി. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. വേറൊരു ചോദ്യത്തിലും വരും, അത് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ±x ±y ±xy ബൈ 100%. അതായിരിക്കും എന്ത്? വിസ്തീർണത്തിലുണ്ടാവണ വ്യത്യാസം. ഒന്ന് ചെയ്തു നോക്കാം. ഇവിടുത്തെ x 30, ഇവിടുത്തെ y 10 ചെയ്താലോ? അപ്പോൾ ഇവിടെ എന്തിടണം? ഈ പ്ലസ് ഇടണോ മൈനസ് ഇടണോ? അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണേ. ശ്രദ്ധിച്ച് കണ്ടോ. ഒരു ചതുരത്തിൻ്റെ നീളം 30%, വീതി 10%. എന്താ ചെയ്യണേ? വർദ്ധിപ്പിക്കുക ചെയ്യണേ. വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടുക. വർദ്ധിപ്പിക്കുക പറയാ കൂട്ടുക. അപ്പോൾ അതാക്കണേ ±x. ഇവിടെ പ്ലസ് മൈനസ് ആടണ്ടേ? കൂട്ടുകയല്ലേ. അപ്പോൾ എന്താണ്? +x. എക്സ് എത്രയാ? അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നു, +x. ഇനി അടുത്തത് 10% വർദ്ധിപ്പിക്കുക ചെയ്തത് അല്ലേ, +y. ഈ ഇക്വേഷൻ ഞാൻ മാറ്റി എഴുതുന്നത് കണ്ടോ. ഇനി എന്താ? ±xy/100. അപ്പോൾ ഇത് രണ്ടും വർദ്ധിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? പ്ലസ് തന്നെ ആയിരിക്കും, xy/100. ഈ രീതിയിൽ നമ്മുടെ ഇക്വേഷൻ മാറി. അപ്പോൾ ഇവിടെ പ്ലസ് വരുന്നത് എങ്ങനെ? വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ പ്ലസ് വരും.
അപ്പോൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെ മൈനസ് വരും, പ്ലസിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, മൈനസ് വരും. അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്തേ, ഒന്ന് പറഞ്ഞേ. അപ്പോൾ പ്ലസ്, അപ്പോൾ ഇനി ഞാൻ ഇതില്ലാതെ ഒന്ന് പറയാം, നിങ്ങൾക്കൊന്ന് നൈസായിട്ട് ഓർമ്മയിൽ കിട്ടാൻ വേണ്ടിയിട്ടേ. ഇതില്ലാതെ ഒന്ന് പറയാം. നോക്ക്, നീളം 30% വർദ്ധിപ്പിച്ചാൽ, അപ്പോൾ അവിടെ ആദ്യം എക്സ് 30%, അപ്പോൾ എന്താണ് പ്ലസ് 30 വർദ്ധിപ്പിച്ചു. ഇനി അടുത്തത് വീതി 10% വർദ്ധിപ്പിച്ചാൽ, അപ്പോൾ വൈ എന്താ പ്ലസ് 10. ഓക്കെ ആണല്ലോ. ഇനി പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100, അപ്പോൾ എക്സ് 30 വൈ 10, അപ്പോൾ വർദ്ധിപ്പിക്കുകയല്ലേ ചെയ്തേ രണ്ടും, അപ്പോൾ പ്ലസ് 30 ഗുണിക്കണം 10/100. ഇനി ഒന്ന് കൂട്ടിക്കേ, 30ഉം 10ഉം 40 കൂട്ടണം 30 × 10 300 ഡിവൈഡഡ് ബൈ 100. ഈ 2 പൂജ്യവും പോയേ, അപ്പോൾ ഉത്തരം 43. എന്താ ശതമാനം, 43% നമ്മുടെ വ്യത്യാസം. എന്തിലുള്ളത്, വിസ്തീർണത്തിൽ. സാധനം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം പറയുമ്പോൾ ഓർമ്മയിൽ നിൽക്കും. ഇക്വേഷൻ മറക്കണ്ടേ, പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഗുണിക്കണം വൈ, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ഒരു ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 20% കൂട്ടുകയും വീതി 10% കുറയ്ക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടാവും? അപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായി, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഇതൊന്നും എഴുതാൻ ഒരു ബുദ്ധിമുട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ എഴുതാം. ഓക്കെ, ഇനി നിങ്ങൾ പറ, ഇക്വേഷൻ എന്താ? എക്സും വൈയും തന്നാലുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾക്കറിയാലോ. വിസ്തീർണത്തിലുള്ള ശതമാന വ്യത്യാസം, അങ്ങനെ നടക്കട്ടെ. വിസ്തീർണത്തിൽ എത്ര ശതമാനം വ്യത്യാസം ഉണ്ടായി, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ ഇക്വേഷൻ? പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഇക്വേഷൻ അറിയാലോ. എന്നാ പറഞ്ഞേ, നിങ്ങളിത് പറ, ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് പറ. എക്സ് പ്ലസ് ഓർ മൈനസ് എക്സ്, നീളം 20% എന്താ ചെയ്തത്, കൂട്ടുകയും. അപ്പോൾ അതെന്തായിരിക്കും കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടുകയും 20 അല്ലേ. ഇനി വീതി 10% കുറയ്ക്കുകയും, വീതി എന്താ 10% കുറയുക ചെയ്തത്. അപ്പോൾ 10ൻ്റെ മുന്നിൽ എന്താ ഉണ്ടാവുക, പ്ലസ്സാ മൈനസാ? അതാണ് ഇതിൻ്റെ കളി. എന്താ ഉണ്ടാവുക, -10. സാധനം കത്തിയോ, സാധനം മനസ്സിലായോ? ഇനി എന്താ, പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100, പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100. അപ്പോൾ എക്സ് 20 ആണ്, വൈ എന്താ -10. മനസ്സിലാക്കണം, വൈ എന്താ -10. പ്ലസും മൈനസും ഗുണിച്ചാൽ എന്താ വരിക, മൈനസ്. അതാണ് ഇവിടുത്തെ ഈ പ്ലസ് ഓർ മൈനസ്. സാധനം മനസ്സിലാവേണ്ടവർക്ക് കിട്ടും, അല്ലാത്തവർ മനസ്സിലാക്കണം കേട്ടോ. പ്ലസ് ഓർ മൈനസ് എന്താണ്, പ്ലസ് ഓർ മൈനസ് ഗുണിച്ചാൽ, കൂട്ടലും കുറയ്ക്കലും കൂടി ഗുണിച്ചാൽ എന്താ വരിക, മൈനസാണ് വരിക അല്ലേ. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും എന്തായിരിക്കും കിട്ടുക ഉത്തരം, നെഗറ്റീവ് ആയിരിക്കും ഉത്തരം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, എക്സ് ഗുണിക്കണം വൈ. എക്സ് എത്രയാ, 20 ഗുണിക്കണം വൈ എത്രയാ, 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അതായത് ഒന്ന് കൂട്ടുകയും ഒന്ന് കുറയ്ക്കുകയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തത് എന്തായിരിക്കും, എപ്പോഴും മൈനസ്. അതിപ്പോൾ നീളം കൂട്ടുക വീതി കുറയ്ക്കുക അപ്പോൾ മൈനസ്, അതുപോലെ നീളം കുറയ്ക്കുക വീതി കൂട്ടുക അപ്പോഴും മൈനസ്. കിട്ടുന്നുണ്ടല്ലോ ഈ മൂന്നാമത്തെ ഭാഗം കേട്ടോ. ഇനിയിപ്പോൾ അത് പ്ലസ് ആവുന്നപ്പോഴൊക്കെയാ, ഒന്നുങ്ങ രണ്ടും കുറയ്ക്കണം അല്ലെങ്കിൽ രണ്ടും കൂട്ടണം. ആ രണ്ട് കേസിലും എന്ത് വരും, ലാസ്റ്റത്തെ പ്ലസ് വരും. ഈ സാധനമൊക്കെ മനസ്സിലാവണം കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാൽ നമ്മൾ കേട്ടോ. അപ്പോൾ നോക്ക്, ഇനി എന്താ ചെയ്യണ്ടേ, ഇത് ഞാനൊന്ന് വെട്ടി ചെറുതാക്കട്ടെ. ആദ്യം തന്നെ ഈ 0 പോയി, ഈ 0 പോയി. ഓക്കെ, ഇനി നോക്ക്, 20 കുറയ്ക്കണം 10. 20 10 പോലെ എത്രയാ, 10 അല്ലേ. കുറയ്ക്കണം, ഇവിടെ ബാക്കിയാകെ 2 ഗുണിക്കണം 1, എത്രയാ 2. അപ്പോൾ എത്ര, 10 കുറയ്ക്കണം 2, എത്ര ഉത്തരം, 8%. ഉത്തരം 8% ആണ് എന്തിലുള്ളത്, വിസ്തീർണത്തിലുണ്ടാവണ വ്യത്യാസം എന്ന് പറയണത്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ഒരു ചോദ്യം ഇതിലുള്ള തന്നെ പക്ഷെ എന്താണ്, ചെറിയൊരു വ്യത്യാസം. നോക്ക്, ഒരു ചതുരത്തിൻ്റെ നീളം 10%-ഉം വീതി 20%-ഉമാക്കി കുറച്ചാൽ, ഇപ്പോൾ മൂന്നാമത്തെ കേസും കിട്ടിയില്ലേ.
കുറച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം കുറവുണ്ടാവും. അപ്പോൾ നോക്കിക്കേ, ഈ നീളം എന്താണ് എക്സ്, വീതി എന്താണ് വൈ. എപ്പോഴും എടുക്കുന്ന അങ്ങനെ അല്ലേ. ഇവിടുത്തെ കേസിൽ എന്താ കുറയ്ക്കുക ചെയ്ത് അല്ലേ, കുറയ്ക്കല്ലേ ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്യാം, മൈനസ് ഓക്കെ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം മറക്കാതിരിക്കാൻ. പ്ലസ് ഓർ മൈനസ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100. ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതി. ഇനി പറഞ്ഞ് എന്താ ചെയ്യേണ്ടേ, ആദ്യം നീളം എക്സ് 10% അല്ലേ. അപ്പോൾ അതെന്താ എഴുതേണ്ടത്, അതിൻ്റെ മുന്നിൽ പ്ലസ്സാ മൈനസ് എഴുതേണ്ടത്, നിങ്ങൾ തന്നെ ഒന്ന് പറ. നിങ്ങളൊന്ന് ആദ്യം പറ, എനിക്ക് കേൾക്കുന്നൊന്നുമില്ല എന്നാലും നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് കേൾക്കും. ആദ്യം കുറയ്ക്കുകയാണ് അല്ലേ, അപ്പോൾ -10. ഇനി നോക്ക്, വീതി വൈ ആണ് എഴുതേണ്ടത്, ഇനി പ്ലസ് ഓർ മൈനസ് വൈ ആണ് എഴുതേണ്ടത്. അപ്പോൾ വൈൻ്റെ മുന്നിൽ ആരെ എഴുതേണ്ടത്, പ്ലസ്സാ മൈനസാ, അതും കുറയ്ക്കല്ലേ ചെയ്യണത്, അപ്പോൾ അതും -20. ഇനി എന്താ വേണ്ടത്, പ്ലസ് ഓർ മൈനസ് എക്സ് വൈ ബൈ 100. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടും കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും കൂട്ടുകയാണെങ്കിൽ എന്ത് വരും, മൂന്നാമത്തത് പ്ലസ് വരും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്, ഇത് -10 ഇത് -20. ഈ -10 ഗുണിക്കണം -20 എത്ര വരിക, -10 ഗുണിക്കണം -20 എത്ര വരിക, പ്ലസ്സിലല്ലേ വരിക. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവ് വരും. അപ്പോൾ എന്താ, ഇത് പ്ലസ്. ഇനി 10 ഗുണിക്കണം 20 എക്സ് വൈ ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണല്ലോ. -20 -20. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെട്ടി ചെറുതാക്കുന്നുണ്ടേ, ഇത് വെട്ടി ചെറുതാക്കി. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കി. ഓക്കെ, ബാക്കി 1 ഗുണിക്കണം 2. ഓക്കെ, ഞാൻ അതൊന്നും കൂടി എഴുതാം. -10 -20 പ്ലസ് 1 ഗുണിക്കണം 2 2. ബോർഡ് മാസമൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ, ഞാൻ ഇനി അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. -10 -20 പ്ലസ് 2. പ്ലസ്സും മൈനസും ആണെന്നുണ്ടെങ്കിൽ ബോർഡ് മാസിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കണ്ട, ഡയറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. പ്ലസ്സും മൈനസും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്താൽ മതി. അതിൽ ഗുണനും ഹരണവും വരുമ്പോഴാണ് ബോർഡ് മാസമൊക്കെ നോക്കേണ്ടത്. പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാ വെച്ചാൽ അത് ചെയ്താൽ മതി. ഓക്കെ, എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും ഉണ്ടാവും ലാസ്റ്റ് എന്താ MAS ബോർഡ് മാസേ, ബോർഡ് മാസ്. അപ്പോൾ നമുക്ക് അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ, കൂട്ടൽ കഴിഞ്ഞിട്ടാണ് കുറയ്ക്കൽ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, -20 പ്ലസ് 2 -20 പ്ലസ് 2 ചെയ്യാം അല്ലേ. -20 പ്ലസ് 2 ചെയ്താൽ എത്രയാണ്, -10 -20 പ്ലസ് 2 ചെയ്താൽ എത്ര വരിക, നിങ്ങൾ പറ. ഒരു നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് സംഖ്യ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, വലുതെന്ന് ചെറുത് കുറയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. ഇതിൽ 20 2 കുറയ്ക്കുന്നു 18, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വലുതിൻ്റെ ചിഹ്നം ഏതാ, നെഗറ്റീവ്, അതിടുന്നു. അപ്പോൾ -10 -18 -10 -18 എത്ര, രണ്ടും ഒരേ ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, രണ്ടും കൂടിയും കൂട്ടിയിട്ട് ആ ചിഹ്നം ഇടും. -10ഉം 18ഉം കൂട്ടിയാൽ 28, എന്നിട്ട് ആ ചിഹ്നം ഇടും -28. അപ്പോൾ നെഗറ്റീവിലാണ്, നമുക്കറിയാം കുറവാണ്, 28 കുറയുകയാണ് എന്ത്, ശതമാനം. അപ്പോൾ ആ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഉത്തരം എന്താ, 28%. ഓക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇത് വേറെ രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഈ മൈനസൊന്നും എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ പ്ലസ് ആക്കിയിട്ട് എഴുതിയിട്ട് ഇത് മൈനസ് ഇട്ടാലും മതി. നമുക്ക് എന്തായാലും 28% എന്തുണ്ടാവാൻ പോണില്ല, നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള പ്രശ്നമൊന്നും ശതമാനത്തിൻ്റെ കേസിൽ ഉണ്ടാവാൻ പോണില്ല. ശതമാനം എന്താവുന്നില്ല, നെഗറ്റീവിലേക്ക് പോകണില്ല അല്ലേ. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡ് കൊടുക്കുക. ഇത് ചെയ്യാനുള്ള കാര്യം ഓക്കെ ആണല്ലോ. എന്തായാലും നിങ്ങൾക്ക് -28% എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചോദ്യം. ഒരു വ്യാപാരി ഒരു റേഡിയോ 20% കൂട്ടി വിലയിടുന്നു, പിന്നീട് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കുന്നുവെങ്കിൽ ലാഭം എത്ര ശതമാനം? ഇതാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ, ആ പറഞ്ഞ ചോദ്യം. ഈ ഇക്വേഷൻ വേറെ എവിടെയാണ് കാണണമെന്ന് പറയണില്ലേ. അതായത് ഇപ്പോൾ അത്രയും നമ്മളെവിടെ ഉപയോഗിച്ചത് 2Dയിലാണ് അല്ലേ. അതായത് ദ്വിമാന രൂപങ്ങളിലാണ് നമ്മൾ ഈ ഇക്വേഷൻസൊക്കെ ഉപയോഗിച്ചത്. പക്ഷേ ഇവിടെ എന്താണിത്, ഈ ഇക്വേഷൻ നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, ലാഭവും നഷ്ടവും ശതമാനം ആ സ്ഥലത്ത് ഇത് ഉപയോഗിച്ചതാണെന്നേ. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കിടക്കുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ,
ഒരു വ്യാപാരി ഒരു റേഡിയോ 20% കൂട്ടി വിലയിടുന്നു. പിന്നീട് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിൽക്കുന്നുവെങ്കിൽ ലാഭം എത്ര ശതമാനം? ഇതിനും ചെയ്യേണ്ടത് സെയിം ഇക്വേഷനാ. ഏതാണ് ആ ഇക്വേഷൻ? +or-x +or-y +or-xy ഡിവൈഡഡ് ബൈ 100. ഇതേ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലായോ? +or-x +or-y +or-xy ബൈ 100. ഇവിടെ എക്സിൻ്റെ വില 20%, വൈയുടെ വില 10%. അപ്പോൾ ഇവിടെ എക്സ് എഴുതാലോ, നമുക്ക് എഴുതാലോ. എക്സ് 20% 20% എന്താ? കൂട്ടി വില ഇടുക. അപ്പോൾ അവിടെ എന്ത് വരും? കൂട്ടല അല്ലേ? അപ്പോൾ എന്ത് വരും? +20. ഇനി എന്താ? പിന്നീട് 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് പറഞ്ഞാൽ എന്താ? കുറയ്ക്കല്ലേ? അപ്പോൾ -10. ഇനി എന്താ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഒന്ന് കൂട്ടലും ഒന്ന് കുറയ്ക്കലുമാണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റ്റത്തെ കൂട്ടലും രണ്ടാമത്തെ കുറയ്ക്കും. ഒന്ന് കൂട്ടി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും മൂന്നാമത്തെ ഇക്വേഷന് മുന്നേ XYക്ക് മുന്നേ എന്ത് വരും? മൈനസ് വരും. അത് ഞാൻ പറഞ്ഞതാണ്, ഓർത്ത് വയ്ക്കുക. XY എന്ന് പറഞ്ഞാൽ 20 ഗുണിക്കണം 10 ഡിവൈഡഡ് ബൈ എന്താ? 100. സിമ്പിൾസ് പരിപാടിയാണ് കേട്ടോ. ഈ പൂജ്യവും പോയി, ഈ പൂജ്യവും പോയി. അപ്പോൾ ഉത്തരം നേരെ ചെയ്യാൻ പോവാം. 20ന്ന് 10 കുറച്ചു. 20ന്ന് 10 കുറച്ചാൽ എത്രയാ? 10. 10ന്ന് 2 കുറച്ചു. എത്രയാ? 8. 8% ലാഭമാണ് അവിടെ ആർക്ക്? വ്യാപാരിക്ക് ഉണ്ടാവണത്. കിട്ടുന്നുണ്ടല്ലോ, സാധനം കിട്ടുന്നുണ്ടല്ലോ. എന്താ ചെയ്തതെന്ന് ഒരാളും കൂടി ഞാൻ പറയാം. ചോദ്യത്തിൽ നമ്മൾക്ക് അറിയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 20% കൂട്ടി, അപ്പോൾ അത് എക്സ്. 10% ഡിസ്കൗണ്ട്, അത് വൈ. അപ്പോൾ നമ്മൾ നോക്കി, കൂട്ടിയതാകുമ്പോൾ +x ആണ് വേണ്ടത്. അപ്പോൾ +20. ഇനി കുറച്ചു, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കുകയാണ് പൈസ അല്ലേ? അപ്പോൾ -10. +or- എന്താ ഇടേണ്ടത്? ഈ ഒന്ന് കൂട്ടലും ഒന്ന് കുറയ്ക്കലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ എന്തായിരിക്കും? മൈനസ്. ഒന്ന് കുറയ്ക്കലും ഒന്ന് കൂട്ടലാണെങ്കിലോ മൈനസ്. രണ്ടും കുറയ്ക്കലാണെങ്കിലോ പ്ലസ്. രണ്ടും കൂട്ടലാണെങ്കിലോ പ്ലസ്. മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നു? 10% ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? 20 ഗുണിക്കണം 10. 20 ഗുണിക്കണം 10xy ഡിവൈഡഡ് ബൈ 100 100. അപ്പോൾ 20ന്ന് 10 പോയി. എത്രയാ? 10. 10ന്ന് എത്ര പോയി? 2 പോയി. അപ്പോൾ എത്രയാ? 8% ലാഭം. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നോക്ക്, ഇതിൻ്റെ ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ -8 എന്നാണ് കിട്ടുന്നത് വെച്ചാൽ എന്തായിരിക്കും? 8% നഷ്ടം എന്നാണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യബോധത്തിലേക്ക് നിങ്ങൾ എത്തി ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഇന്നത്തെ ലാസ്റ്റത്തെ ചോദ്യം. ഒരു ചെരുപ്പ് കച്ചവടക്കാരൻ ചെരുപ്പുകൾക്ക് 60% വില കൂട്ടിയ ശേഷം 30% ഡിസ്കൗണ്ട് നൽകുന്നു. കച്ചവടത്തിൽ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം? സെയിം ചോദ്യമാണല്ലോ. ഞാൻ ഇത് ചെയ്യണോ? ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. +or-x +or-y +or-xy ഡിവൈഡഡ് ബൈ 100. ഇനി എന്ത് ചെയ്യണം പറഞ്ഞോ? 60%. ഓക്കെ, എക്സ് 60 വൈ 30. 60% വില കൂട്ടിയ ശേഷം അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? +60 കിട്ടുന്നുണ്ടല്ലോ. കൂട്ടി 60% കൂട്ടി, അതാണ് +60. 30% ഡിസ്കൗണ്ട് നൽകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 30% കുറച്ചു. പ്ലസും മൈനസും വന്നാൽ അടുത്തത് എന്ത് വരും? മൈനസ്. എന്താണ്? 60 ഗുണിക്കണം 30 താഴെ 100 xy ബൈ 100. അതല്ലേ അവിടെ എഴുതിയേക്കണേ? ഓക്കെ. ഇനി നമുക്ക് ഈ പൂജ്യമൊക്കെ ഒന്ന് വെട്ടിക്കളയാം. ഈ പൂജ്യം പോയി, ഈ പൂജ്യം പോയി. അപ്പോൾ നമുക്ക് ഇതൊന്ന് എഴുതാം. +60 -30 -3 18. ഇനി ഒന്ന് പറഞ്ഞേ, 60ന്ന് 30 പോയി, 30ന്ന് 18 പോയി. അപ്പോൾ എത്ര വരിക? 30ന്ന് 18 പോയാൽ 12%. ഇത് മൈനസാ പോസിറ്റീവാ? ഇത് നെഗറ്റീവാ പോസിറ്റീവാ? ഇത് പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ 12% എന്തായിരിക്കും? ലാഭം. 12% ലാഭം. ഇതിൻ്റെ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും? 12% നഷ്ടം, 12% ലാഭം, 4% നഷ്ടം, 4% ലാഭം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻസ് വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം 12% ലാഭം. കിട്ടുന്നുണ്ടോ? കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം മാത്രം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക.
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷുവൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ല പരീക്ഷകൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ വർക്ക് ചെയ്യുക. അല്ലാതെ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇതിന് ഇരിക്കാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കാലത്തിന് ഇരിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദിവസം സ്പാർക്ക് വന്ന് അന്ന് ഇരുന്ന് പഠിച്ച് ഒരു 2-3 മാസം കൊണ്ട് അപ്പോൾ നിങ്ങൾ കയറിപ്പോവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിന് പഠിക്കാനുള്ള എഫേർട്ട് ഇപ്പോഴേ ഇട്ടാൽ കഴിഞ്ഞാൽ നമുക്കത് അത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തിപ്പോവാം. പഠിച്ചു മടുത്തു പോവില്ലേ അല്ലേ? അപ്പോൾ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, 2 ഇക്വേഷനെ പറഞ്ഞിട്ടുള്ളൂ. ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. മനസ്സിലാകാത്തവർ ഒന്നും കൂടി കാണുക, വായിക്കുക, കൂടുതലായിട്ട് പഠിക്കുക കേട്ടോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളിതിൽ കമൻ്റായിട്ട് ഇടുക. നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്